അങ്ങനെ അങ്ങ് പോയാലോ? എനിക്കിന്ന് നൈറ്റ് ഡ്യൂട്ടിയാ. ഇത് ആശുപത്രിയാണ്. പോലീസ് സ്റ്റേഷൻ സ്വഭാവം ഇവിടെ കാണിക്കണ്ട. ആ രോഗിയോടൊന്ന് ചെക്കപ്പിന് റെഡി ആയിക്കോളൂ. അവളുടെ ഒരു ചെക്കപ്പ്. എന്നെ ഒന്ന് ചെക്കപ്പ് ചെയ്യാൻ പറഞ്ഞ അവൾക്ക് സൗകര്യമില്ല. ഓ ചെക്കപ്പ്. നെക്സ്റ്റ് എന്തോന്നാ സാറേ പറഞ്ഞത്? തന്റെ തല ഓപ്പറേറ്റ് ചെയ്ത് മാറ്റാൻ പോകുന്നു. ചുമ്മാ അടയും കിടക്കടോ. അവന്റെ ഒരു സംശയം. സാറേ ആളെന്തായാലും നോക്കി വേണ്ടേ സാറേ പെരുമാറാൻ? പെങ്ങളെയും ഭാര്യയും ഒരുപോലെ കരുതിയാലോ? ഒന്ന് പിടിച്ചാട്ടെ സാറേ, ഒന്ന് പിടിച്ചാട്ടെ സാറേ, ചെക്കപ്പിന് സമയമായി. എന്തൊരു വൃത്തികേടാണ് ഈ കാണിച്ചത്. സർക്കാർ ഉടുപ്പിലാണോ കാർക്കിച്ച് തുപ്പുന്നത്? റാസ്കൽ. ഞാനിതൊന്ന് കഴിയിട്ട് വരാവേ. ഒരുമിച്ച് ഓടുന്ന അപകടം, രണ്ടുപേരും പെടും. പൊയ്ക്കോ. ചേച്ചി ചേച്ചി രാജശേഖരനെയും വാസുദേവനെയും തെരഞ്ഞെടുത്ത് കൊന്നപ്പോഴേ എനിക്ക് സംശയമുണ്ടായിരുന്നു. മുതലാളി 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 അറിഞ്ഞോ? ആ ഭൈരവി വെറും ഭൈരവിയല്ല, ആൾമാറാട്ടമാ. അത് നമ്മുടെ ശാന്തി കുഞ്ഞാ. ഷോ, കുഞ്ഞിന്റെ ഒരു ധൈര്യമേ! 2 VIP അല്ലേ കുഞ്ഞ് കാച്ചിക്കളഞ്ഞത്. എന്നിട്ടും ഇത്രയും നാൾ കുഞ്ഞിനെ ആർക്കെങ്കിലും പിടിക്കാൻ കഴിഞ്ഞോ? ഒരുപക്ഷെ ഭരണകക്ഷിയുടെ ആളായിരിക്കും അല്ലയോ? കോടതി ഹാജരാക്കുമ്പോ അവളെല്ലാം വിളിച്ചു പറയുമെന്ന് എന്റെ സംശയം. അത് പിന്നെ പറയാതിരിക്കൂ. എത്രയായാലും നമ്മുടെ ശാന്തി കുഞ്ഞല്ലേ, പറയും. ചോദിച്ചത് കേട്ടില്ലേ? എക്സൈസ് മന്ത്രിയായിരുന്ന രാജശേഖരന്റെയും DSP വാസുദേവന്റെയും കൊലക്കുറ്റമാണ് പ്രതിയായ നിങ്ങളിൽ ആരോപിക്കപ്പെട്ടിരിക്കുന്നത്. നിങ്ങൾ നിഷേധിക്കുന്നുവോ? കോടതിയുടെ ചോദ്യത്തിന് മറുപടി പറയൂ. ഞാനവരെ കൊന്നു എന്ന് മാത്രം അറിഞ്ഞാൽ മതിയോ? അതോ എന്തിനാണ് കൊന്നതെന്നും കൂടി പറയണോ? കോടതിയുടെ ചോദ്യത്തിന് മാത്രം മറുപടി പറഞ്ഞാൽ മതി. കോടതിക്ക് ആവശ്യമുള്ളത് മാത്രം പറയാനല്ല ഞാനിവിടെ നിൽക്കുന്നത്. എനിക്ക് പറയാനുള്ളത് കേൾപ്പിക്കാൻ കൂടിയാ. യുവർ ഓണർ, കോടതിയെ അവമാനിക്കാനാണ് പ്രതിശ്രമിക്കുന്നത്. യുവർ ഓണർ, ബിഫോർ ദി ഓണറബിൾ കോർട്ട്, ദി ഡീറ്റെയിൽസ് ഓഫ് ദി അക്യൂസ്ഡ് ഈസ് നോട്ട് പാർലബിൾ. Sorry, prosecutor. You need not teach me how to respect the court.
കോടതി നിങ്ങളെ പോലെ ആദരിക്കുന്നവളാ ഞാൻ. പക്ഷെ നാളെ ഇരിക്കേണ്ടടുത്ത് സ്ഥാനം കിട്ടിയെന്ന് വെച്ച് ഒരു നായ വിലവെക്കേണ്ട കാര്യമുണ്ടോ? ഓണർ, 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുതെന്നതാണ് നമ്മുടെ നീതിബോധം. നിരപരാധികളെ കുറ്റകൃത്യങ്ങളിലേക്ക് വലിച്ചെറിയുന്നവരാണ് ഇവിടെ നീതി നിർവഹണത്തിന്റെ തലപ്പത്തിരിക്കുന്നത്. അല്ലേ യുവർ ഓണർ? അരുത് സർ, ഒരു ന്യായാധിപനും വികാരാധീനനാവരുത്. നീതി ദേവതയുടെ കണ്ണുകെട്ടിയിരിക്കുന്നത് മുഖം നോക്കാതെ നീതി നടപ്പാക്കാനാണ്. ആ നിഷ്പക്ഷത നിങ്ങൾ എന്നോട് കാണിക്കൂ. ബഹുമാനപ്പെട്ട ഈ കോടതിയിൽ നിന്ന് എനിക്ക് നീതി കിട്ടുമോ? ഡിസംബർ 20-ാം തീയതിക്ക് കേസ് മാറ്റിവെച്ചിരിക്കുന്നു. കേസ് മാറ്റിവെച്ചതുകൊണ്ട് നിങ്ങൾ രക്ഷപ്പെടാൻ പോകുന്നില്ല. നിങ്ങളുടെ വിധി എഴുതി കഴിഞ്ഞത് നിങ്ങൾ രക്ഷപ്പെടില്ല. ഞാൻ അറിയില്ല. ഇല്ല, അത് രക്ഷപ്പെടില്ല. ഇല്ല. ഹലോ, ആ കൊടുക്കാം സാർ. ഫോൺ. ഹലോ. നന്ദി, ജയിലിൽ നിന്ന് രക്ഷപ്പെടുത്തിയതിന്. നിങ്ങൾ രക്ഷപ്പെടുത്തിയില്ലെങ്കിലും ഞാൻ രക്ഷപ്പെടുമായിരുന്നു. എന്റെ ആളുകളും എത്തിയിരുന്നു. പക്ഷേ അവർക്ക് ബുദ്ധിമുട്ടേണ്ടി വന്നില്ല. ഭൈരവി, ഞാൻ എന്നെ ഉപദ്രവിക്കരുത്. നിന്റെ കേസ് ഞാൻ വെറുതെ വിട്ടോളാം. പ്ലീസ് ഭൈരവി. ഹലോ ഹലോ. സാർ, എടാ, എനിക്കൊന്ന് കുമ്പസാരിക്കണം. നീ ചെന്ന് അച്ഛനോട് പറ.